ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എങ്ങോട്ടെങ്കിലും പോകാമെന്നും പറഞ്ഞ് നാട്ടിലും കൂടെ റെഡിയായിട്ടൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ. കറക്റ്റ് സ്പോട്ടൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ദുബൈയിലൊരു മാളിലോട്ട് പോകാമെന്നും പറഞ്ഞ് എന്താ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ് നമ്മൾ കണ്ടത് കേട്ടോ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാർക്കറ്റ്. എന്നാൽ പിന്നെ അവിടെ പോയിട്ടില്ലല്ലോ, അങ്ങോട്ടോട്ടാവാമെന്ന് കരുതി. അപ്പോഴത്തേക്കും ദേവ് പിന്നെ ഒരു ബ്രഷൊക്കെ എടുത്ത് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചു. ചായക്കട ആ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളതാണ് കേട്ടോ. അങ്ങനെ അവിടെ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ നടന്ന് പതുക്കെ അതിൻ്റെ അകത്തോട്ട് കയറി കേട്ടോ. എൻ്റെ പൊന്നി, അത് വേറൊരു ലോകമായിരുന്നു കേട്ടോ. സംഭവം നമ്മൾ ഈ ചെറിയ ചെറിയ ഇതിലേ കണ്ടിട്ടുള്ളൂ. അവിടെ ഒരു ഹോൾസെയിൽ മാർക്കറ്റാണ് മൊത്തത്തിൽ. സത്യം പറഞ്ഞാൽ എന്താ തണ്ണിമത്തനും എല്ലാം ഉണ്ടായിരുന്നു അവിടെ, വെജിറ്റബിൾസും ഫ്രൂട്ട്സും. പക്ഷേ എല്ലാം ഹോൾസെയിലായിട്ടാണ് കേട്ടോ. നമുക്ക് ചെറിയ രീതിക്കൊക്കെ വാങ്ങാനായിട്ടുള്ള കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ, കിലോ ആയിട്ട് തൂക്കിയൊക്കെ വാങ്ങാൻ. ബാക്കിയെല്ലാം ഇതേ കണക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. അത് മൊത്തത്തിൽ എടുക്കണം കേട്ടോ. അത് ബെറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ടൈപ്പ് സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സും വെജിറ്റബിൾസും. നമുക്ക് തണ്ണിമത്തനും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ വീട്ടിൽ വന്നു. അപ്പോൾ വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ സവാള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അതേ കുഞ്ഞ് സ്ട്രോബെറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാട്ടോ വാങ്ങിച്ചത്, നല്ല പുളിപ്പാണത്. പിന്നെ അതിനൊക്കെയാണിതാ ഇതെന്താ നമ്മുടെ ചെറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മൽബറി. പക്ഷേ നാട്ടിലുള്ള മൽബറിയുടെ അത്രയൊന്നുമില്ല കേട്ടോ. ഇത് ഭയങ്കര പുളിപ്പായിരുന്നു. നാട്ടിലെ മൽബറി നല്ല മധുരമല്ലേ കഴിക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് ചെറിയ ടൊമാറ്റോ ഉണ്ടായിരുന്നു, കിവി, പിന്നെ അതേപോലെ തണ്ണിമത്തന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കൂടെ 5 ദിർഹംസായിരുന്നു കേട്ടോ. ചീര, അതേപോലെ തന്നെ നമ്മുടെ റാഡിഷ്, മല്ലിയിലൊക്കെ നല്ല ഫ്രഷ് മല്ലിയിലായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ച ഇത്രയും നല്ല ഫ്രഷ് സാധനം കിട്ടത്തില്ല കേട്ടോ. അതുപോലെ സാധാരണ കൊണ്ട് വെച്ച വാക്കിലെ ചീത്തയാവുമല്ലോ 2 ദിവസമൊക്കെ കഴിയുമ്പോൾ. എൻ്റെ മല്ലിയില ഇതേപോലെ ഇപ്പോഴും ഈ കവർക്കകത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. തണ്ണിമത്തം അവർ നമുക്ക് അവിടെ വെച്ച് തന്നെ ഇതേപോലെ കട്ട് ചെയ്ത് കാണിച്ച് കഴിക്കാനും തരും കേട്ടോ. ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. പിന്നെ എല്ലാവർക്കും റാപ്പ് ചെയ്ത് വെച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണത്. ഇതുപോലെ കുട്ടി വിഷയങ്ങൾ അടുത്ത വീഡിയോ